ഹരേ കൃഷ്ണ, ഹരി ഓം. ഇന്നത്തെ വീഡിയോ എന്തുകൊണ്ട് നല്ലവർക്ക്, നല്ലത് ചെയ്യുന്നവർക്ക് സങ്കടങ്ങൾ ഉണ്ടാവുന്നു. ഒരു തെറ്റും ചെയ്യാത്ത എല്ലാവർക്കും നല്ലത് മാത്രം ചെയ്യുന്ന ചില മനുഷ്യരുണ്ട് അല്ലേ? എന്നിട്ടും അവരുടെ ആ ജീവിതം എടുത്തു നോക്കുമ്പോൾ പലപ്പോഴും സങ്കടങ്ങളും പ്രതിസന്ധികളും മാത്രമായിരിക്കും. ഞാൻ എന്തു തെറ്റ് ചെയ്തിട്ടാണ് ദൈവമേ എനിക്ക് ഇങ്ങനെ മാത്രം സംഭവിക്കുന്നത്, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ സംഭവിക്കുന്നത് എന്നെല്ലാം അവർ ചിന്തിക്കാറുണ്ട്. അങ്ങനെ നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് നല്ല മനുഷ്യരെ പ്രകൃതി ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഇതിന് പിന്നിൽ അതിശയിപ്പിക്കുന്നൊരു ആത്മീയ ശാസ്ത്രമുണ്ട്. എന്താണ് ആ ശാസ്ത്രം എന്നല്ലേ? കർമ്മഫലവും ലോ ഓഫ് അട്രാക്ഷനും. എന്താണ് ഇതിനെക്കുറിച്ച് നമ്മൾ അറിയേണ്ടത്? ആദ്യം നമ്മൾക്ക് കർമ്മഫലത്തെക്കുറിച്ച് സംസാരിക്കാം. പലരും വിചാരിക്കുന്നത് കർമ്മം എന്നാൽ ഈ ജന്മത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലം മാത്രമാണ് എന്നതാണ്. എന്നാൽ ആത്മീയതയനുസരിച്ചിട്ട് കർമ്മം 3 തരത്തിലാണ് ഉള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സഞ്ചിത കർമ്മം. അതായത് നമ്മുടെ ആത്മാവ് മുൻപ് കടന്നുപോയ പല ജന്മങ്ങളിലെ ചിന്തകളുടെയും പ്രവർത്തികളുടെയും ഒരു വലിയ ബാങ്ക് അക്കൗണ്ട്, അങ്ങനെ തന്നെ പറയാം. നിങ്ങൾ ഇപ്പോൾ ഈ ജന്മത്തിൽ വളരെ നല്ല ആളായിരിക്കാം, പക്ഷേ ആ പഴയ അക്കൗണ്ടിലെ ചില നെഗറ്റീവ് ബാലൻസ് തീർക്കാൻ പ്രകൃതി നൽകുന്ന അവസരങ്ങളാണ് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന സങ്കടങ്ങൾ. കടം വീട്ടിയാൽ മാത്രമല്ലേ ആ അക്കൗണ്ട് ക്ലിയർ ആവുള്ളൂ. അതുപോലെ ഇപ്പോൾ വരുന്ന സങ്കടങ്ങൾ നിങ്ങളുടെ പഴയ നെഗറ്റീവ് കർമ്മങ്ങൾ ഇല്ലാതാക്കി കൊണ്ടിരിക്കുന്നതിൻ്റെ ലക്ഷണമാണ്. ഇനി പല നല്ല മനുഷ്യരും അറിയാതെ വീണു പോകുന്ന ലോ ഓഫ് അട്രാക്ഷൻ കെണിയാണ് പ്രപഞ്ചത്തിൻ്റെ നിയമപ്രകാരം. നിങ്ങൾ ഉള്ളിൽ എന്ത് ചിന്തിക്കുന്നു, ഏത് വികാരത്തിലാണോ ജീവിക്കുന്നത്, അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടും. പല നല്ല മനുഷ്യരും പുറമേ മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യുമെങ്കിലും ഉള്ളിൽ എപ്പോഴും ഭയവും സങ്കടവും നിരാശയും കൊണ്ടു നടക്കുന്നവരായിരിക്കും. എനിക്ക് മാത്രം എന്താണിങ്ങനെ, എൻ്റെ ജീവിതം ഇനി നന്നാവില്ലേ എന്നൊക്കെയുള്ള ചിന്തകൾ. അത് നമ്മളുടെ ഉപബോധ മനസ്സിൽ അത് കിടക്കുമ്പോൾ ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ വഴി നിങ്ങൾ കൂടുതൽ സങ്കടകരമായ സാഹചര്യങ്ങളെയാണ് ജീവിതത്തിലേക്ക് ആകർഷിക്കുന്നത്. പ്രപഞ്ചത്തിന് നിങ്ങൾ നല്ല ആളാണോ ചീത്ത ആളാണോ എന്നൊന്നുമല്ല അറിയേണ്ടത്. നിങ്ങളുടെ മനസ്സിലെ വൈബ്രേഷൻ എന്താണോ അതാണ് പ്രപഞ്ചം ഇരട്ടിയായിട്ട് തിരികെ തരുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും നല്ലത് ചെയ്യുക, നല്ലത് ചിന്തിക്കുക എന്നെല്ലാം നമ്മളോട് ഇതിനെക്കുറിച്ച് അറിയാവുന്നവർ പറയുന്നത്. എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക. ഇനി മറ്റൊരു പ്രധാന കാര്യം എന്തെന്നാൽ, ഒരു ശില്പം ഭംഗിയാകണമെങ്കിൽ എത്ര അടി ആ ഒരു ശില്പം കൊള്ളും, എത്ര ഉളി കൊണ്ടുള്ള എത്രയെത്ര അടികൾ കൊള്ളും, അങ്ങനെ ആണെങ്കിൽ മാത്രമേ ആ ഒരു ശില്പം വളരെ ഭംഗിയായി തീർക്കുള്ളൂ അല്ലേ? ഇനി സ്വർണത്തെ നോക്കുകയാണെങ്കിൽ സ്വർണം ശുദ്ധമാകണമെങ്കിൽ അത് തീയിൽ കിടന്ന് വെന്തൊരുകണം അല്ലേ? അതുപോലെയാണ് നമ്മളുടെ ആത്മാവിനെ കൂടുതൽ ശക്തമാക്കാനും നമ്മളുടെ ഉള്ളിലെ ആ യഥാർത്ഥമായ കരുത്ത് പുറത്തേക്കെടുക്കുവാനും പ്രകൃതി തരുന്ന ഒരു ട്രെയിനിങ് ആണ് നമ്മൾക്ക് വരുന്ന ഓരോ പ്രതിസന്ധികളും. ഇന്നലത്തെ സങ്കടങ്ങളാണ് ഇന്നത്തെ നമ്മളുടെ ഈ നല്ല മനസ്സിന് കാരണം. അപ്പോൾ പ്രകൃതി നമ്മളെ ഒരിക്കലും തകർക്കുകയല്ല, മറിച്ച് ഈ പ്രപഞ്ചം നമ്മളെ കൂടുതൽ മികച്ച ഒരാളാക്കി മാറ്റുകയാണ് എന്നതാണ് സത്യം. അതുകൊണ്ട് ഇനി സങ്കടങ്ങൾ വരുമ്പോൾ ഒരിക്കലും തളരരുത്. ഉള്ളിലെ ഭയവും നിരാശയും എല്ലാം മാറ്റി എനിക്ക് നല്ലത് മാത്രമേ സംഭവിക്കൂ എന്നൊരു പോസിറ്റീവ് ചിന്തയിലേക്ക് നമ്മുടെ മനസ്സിനെ മാറ്റുക. ഷിഫ്റ്റ് ഓഫ് എനർജി എന്ന് പറയും. പഴയ കർമ്മങ്ങൾ തീരട്ടെ, പുതിയ നല്ല ചിന്തകൾ വഴി മികച്ചൊരു ഭാവി നമ്മൾക്ക് തീർച്ചയായിട്ടും ആകർഷിക്കുവാൻ സാധിക്കും.